ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണാൻ നല്ലൊരു അടിപൊളി ഹൗസ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. മൊത്തം 43 സെൻറ്റ് സ്ഥലമുള്ളത് മൊത്തമായിട്ട് കൊടുക്കണമെങ്കിൽ മൊത്തമായിട്ടും കൊടുക്കും. ഇപ്പോൾ അതിൽ രണ്ട് പ്ലോട്ടായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ നമ്മളെ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ മണത്തണ ടൗണിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലത്തിൽ കൊട്ടഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് പേരാവൂരാണ്, പിന്നെ വില്ലേജ് വരുന്നത് മണത്തണയാണ് കേട്ടോ. അതുപോലെ താലൂക്ക് നമുക്ക് ഇരിട്ടി താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വരാനുള്ള വഴി സൗകര്യം അതുപോലെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്നത് നമുക്ക് കൊട്ടഞ്ചുരത്ത് നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് മണത്തണയെന്നൊക്കെ വരാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുള്ളത്. അപ്പോൾ അതാണ് ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മടപ്പുരച്ചാലിലോട്ടാണ് എത്തുന്നത്. മടപ്പുരച്ചാലിന് ഏകദേശം ഒരു 800 മീറ്റർ ദൂരമുള്ള കേട്ടോ. മടപ്പുരച്ചാലിൽ നമുക്ക് ഈ മണത്തണ ഇരിട്ടി ചെറുപുഴയൊക്കെ പോകുന്ന മലയോര ഹൈവേയിലോട്ടാണ് ചെന്നെത്തുന്നത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിലോട്ട് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റോഡിനാണ് നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം. പോയോക്കാം. അപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ട്. അതാ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അടുത്തത് അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. പിന്നെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാൻ സൗകര്യത്തിൻ്റെ വലിയ വണ്ടി വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു 40 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ വരും കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇതാക്കണം കുരുമുളകിൻ്റെ കൃഷിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണൂരിനൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് കണ്ണൂരിനൊക്കെ ഏകദേശം 57 കിലോമീറ്റർ ദൂരമുള്ള. അതുപോലെ നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 34 കിലോമീറ്റർ ദൂരം കേട്ടോ. പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ അമ്പലം കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പറഞ്ഞ ഒരു 17 കിലോമീറ്റർ ദൂരമുള്ള. അതുപോലെ തന്നെ ഇരിട്ടിയിലോട്ട് ഒരു 17 കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇതാക്കണേ ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇവിടം വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് വരുന്നത്. കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഈ ഒരു സൈഡിലുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ പ്ലോട്ടിനകത്ത് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് കാണാം. നമുക്ക് എന്നാലേ പ്ലോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണ്ട. നമുക്ക് ഇനി സ്ഥലം കാണാം. നമുക്ക് ഇപ്പോൾ വരാനുള്ള വഴി സൗകര്യം സംഭവങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇനി പ്ലോട്ട് കാണാം. നമുക്ക് ഇങ്ങോട്ട് വരി. നല്ല ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ് അല്ലേ? അതെ, നമ്മൾ ഈ ഒരു 43 സെന്റ് സ്ഥലം ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ നോക്കിയാണെങ്കിൽ നല്ല കിഡിലൻ പ്ലോട്ട് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ അതാണ് ഇതേപോലത്തെ കുരുമുളക് കൃഷിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ചെയ്തിട്ടുള്ളത്. ഫുള്ള് പ്ലാവെല്ലാം നട്ടുപിടിപ്പിച്ചിട്ട് അതേ കൂടെ എല്ലാം ഫുള്ള് കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 2-ാം വർഷം പ്രായമായിട്ടുള്ള കുരുമുളക് ഇങ്ങോട്ട് വരികയും കാണിച്ചു. പന്നിയൂർ ഇനത്തിൽപ്പെട്ട വിജയ് എന്ന് പറഞ്ഞ പന്നിയൂർ വിജയ് ഇനത്തിൽ പെട്ടിട്ടുള്ള കുരുമുളകാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അത് നോക്കി 2-ാം വർഷം പ്രായമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഹൗസ് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ അതിന്റെ ഓണർ റെഡിയാണ് കേട്ടോ. മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തൊരു വീട് വെച്ചതാണ് അതേപോലത്തെ വീടുകളൊക്കെ വെക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ സംഭവങ്ങൾ ഈ കൃഷി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നല്ല മണ്ണുള്ള സ്ഥലമാണ്. എന്ത് സംഭവങ്ങളും നട്ട് കഴിഞ്ഞാലും ഉണ്ടാകുന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കുന്നതാണ് കേട്ടോ. നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. എവിടെ ഒരു വെട്ടുപാറയോ കരിങ്കൽ പാറയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഫുള്ള് നല്ല മണ്ണുള്ള സ്ഥലങ്ങൾ. നിലവിൽ ഇപ്പൊ നമ്മളെ പ്ലോട്ടിനകത്ത് ഇതാണ് വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് നനയ്ക്കാനുള്ള സൗകര്യത്തിന് ഇതേപോലെ സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ മണത്തണ ഏരിയയിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ടാണ്. നമ്മളെ പ്ലോട്ടിനകത്തുള്ള ബോർവെൽ ആണ് കാണുന്നത് കേട്ടോ. നിലവിൽ ഇപ്പോൾ നമ്മളെ പ്ലോട്ടിനകത്തോട്ട് കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ താഴെ വരെ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ അതിര് എന്ന് പറഞ്ഞത്. മൊത്തം 43 സെൻറ്റ് സ്ഥലമാണ്. മൊത്തം വേണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ഒരു 19 സെൻറ്റ് സ്ഥലം ആ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 23 സെൻറ്റ് സ്ഥലം വഴിയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കൂലേ. അതായത് മൊത്തം എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ പ്ലോട്ടുകളായിട്ട് ഹൗസ് പ്ലോട്ടായിട്ട് അങ്ങനെ എടുക്കാനും പറ്റുന്ന നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് ചെറിയ രീതിയിൽ ചെരിവുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പേരാവൂർ പോകാന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് പേരാവൂരോടുള്ളത്. പിന്നെ നമുക്ക് നമ്മളെ കേരളത്തിലെ പ്രശസ്തമായ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമായ കൊട്ടിയൂർ ടെമ്പിളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറും 17 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇരിട്ടിയിലോട്ടാണെങ്കിൽ ഒരു 17 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ കണ്ണൂരിന് ഒരു 57 കിലോമീറ്റർ ആണ്. നമ്മളെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലൻ ഒരു പ്ലോട്ട് തന്നെയാണ് അല്ലേ. നമ്മളെ മണത്തണ ഏരിയയിൽ നിങ്ങളൊരു വീടൊക്കെ വെക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
പരിഗണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് അല്ലേ? അതെ. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് നിന്നുള്ള സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? പറഞ്ഞു കൊടുക്കണം. പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മണത്തണ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേരാവൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, തൊണ്ടിയിലും സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അംഗനവാടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആരാധനാലയങ്ങൾ വരുന്നത് എവിടെയെന്ന് പറഞ്ഞു കൊടുത്തേ? കൊട്ടഞ്ചൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മുസ്ലിം പള്ളി ഉണ്ട്. പിന്നെ മടപ്പുറം ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു അടിപൊളി ഒരു കിടിലം സൈറ്റ് സ്ഥലം തന്നെയാണ്. നമുക്ക് ചർച്ചിലോട്ടൊക്കെ പോകാൻ എന്താ പറയുക, ജസ്റ്റ് ഏകദേശം ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചർച്ചിലോട്ട് എത്തും അല്ലേ? മടപ്പുറം ചാലെത്തും. അപ്പം ഈ ഒരു ഏരിയയിൽ സ്ഥലം വീട് വെക്കാനോ അതല്ലെങ്കിൽ ഇതേപോലെ സ്ഥലങ്ങൾ മേടിച്ചിടാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിലെ കൊട്ടഞ്ചുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്? ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലേ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറിലാണ് നിങ്ങൾ കണ്ട് ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചോളി. നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് പരസ്യം ചെയ്തിട്ട് നമ്മൾ സെയിലാക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷൻ ആരെങ്കിലും ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? ബൈ ബൈ.